ഇതെൻ്റെ വീടിൻ്റെ പുറകു വശമാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയാണ്. കാരണം നോക്കുമ്പോൾ തന്നെ കാണുന്നത് പാടാണ്. ഇപ്പോൾ കൊഴുത്ത് കഴിഞ്ഞതുകൊണ്ട് അത്ര അങ്ങോട്ട് അറിയില്ല. പക്ഷേ ഈ നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഇവിടെ വന്നിരിക്കാൻ തന്നെ നല്ല രസമാണ്. നല്ല കാറ്റും അതുപോലെ തന്നെ ഈ അസ്തമയ സൂര്യനെയും ഒക്കെ കാണാം. പക്ഷേ കുട്ടീനെയും കൊണ്ട് വന്നിരിക്കൽ കുറച്ചൊരു ടാസ്ക്കാണ്. കാരണം ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടേക്ക് അവൻ വീഴുമോ എന്നുള്ളത് നമുക്ക് പേടിയുണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓടിക്കളിക്കില്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കട്ടൻ ചായ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ ഒരു കടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇതാ ഉണ്ടാക്കിയെടുത്തത് അതാണ്. ഇത് നമ്മൾ എന്ത് റെസിപ്പി വീട്ടിലുണ്ടാക്കുമ്പോഴും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർ കാണില്ലേ. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ കഴിക്കണമെന്നേ ഇല്ല. അപ്പോൾ അവരുടെ ഇഷ്ടം നോക്കിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഓരോ സാധനം ചിലപ്പോൾ പഴമൊന്നും മക്കൾ കഴിക്കുകയും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എന്നൊരു നമുക്ക് അട ഉണ്ടാക്കി നോക്കിയാലോ പഴം വെച്ചിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ അവിടെ നന്നായി പഴുത്ത 2 പഴം എടുത്തിട്ട് ഒന്ന് ആവി വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മുറിച്ചിട്ട് അതിന് നടുക്കൊരു കറുത്ത നാരുണ്ടാവില്ലേ, അത് നല്ലപോലെ മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ മാറ്റിയെടുത്ത ഈ പഴമില്ലേ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉടച്ചെടുക്കുന്ന സമയത്ത് ഇതാ നല്ലപോലെ ലൂസായി വരും. കാരണം നല്ല പഴുത്ത പഴമാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ അളവിൽ കട്ടിയായി കിട്ടാൻ വേണ്ടി കേട്ടോ. കുറച്ച് എന്താ പറയുക, നമ്മൾ വെള്ളം പോരാതെ വരില്ലേ, ആ ഒരു രീതിയിൽ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടി ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ ഒന്ന് കട്ടിയായി കിട്ടില്ലേ തോന്നും കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത്. അതിന് പകരം ഞാൻ അവിടെ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാവ് കാച്ചി ശർക്കര നന്നായി അരിച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പഴത്തിൻ്റെ മധുരവും പിന്നെ ശർക്കരയുടെ മധുരവും കൂടി ആകുമ്പോൾ ഈ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ശർക്കര പാവൊക്കെ വെച്ച് നല്ലപോലെ കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മാവ് നമ്മൾ വെറുതെ തന്നെ വായിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇനി നമുക്കിത് വാഴയുടെ ഇലയൊക്കെ ഒന്ന് വാട്ടി അതിൽ വെച്ച് പരത്തിയെടുത്ത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ വാട്ടിയെടുത്ത വാഴയുടെ ഇലയിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒന്ന് ഓരോ ഉരുള വീതം എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ കിട്ടും. അങ്ങനെ മുറിഞ്ഞു പോകുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ കൈ വെച്ച് തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് ശർക്കര മാത്രമേ ഞാൻ തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ മാവ് തന്നെ അടിപൊളി മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേങ്ങയിലും കൂടെ മധുരം കൂട്ടി അത് ഭയങ്കര മധുരമായിപ്പോൾ. അപ്പോൾ ഈ കുറച്ച് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ നമ്മുടെ അമ്പിളിമാവനൊക്കെ മാനത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെളിയിൽ അടുപ്പിൽ വെച്ചത് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയൊക്കെ കയറ്റിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് എടുത്ത് കഴിച്ച് നോക്കാം. ഞാൻ ചൂടോടെ തന്നെ കേട്ടോ എടുത്ത് കാണിച്ചു തരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഒരിക്കലും തന്നെ നല്ല കട്ടിയോ ഹാർഡോ ആവില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ അവരിതെന്തായാലും കഴിക്കുകയും ചെയ്യും. നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുക വറുക്കുക അങ്ങനെയൊന്നും കുട്ടികൾക്ക് അധികം കൊടുക്കാത്തതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ഈ ആവിയിൽ വേവിച്ചെടുക്കുന്നതാകുമ്പോൾ അവർക്കും അത് ഹെൽത്തി ഫുഡല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്. അത് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പം ടാറ്റാ.